ഹായ് എവരിവൺ, എന്തല്ല എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ച് സാമ്പാറും അതേപോലെ പായസവും കൂട്ടി അടിപൊളി ഫുഡ് കഴിച്ചെന്നൊക്കെ വിശ്വസിക്കുന്നു. ഞാൻ നല്ല രീതിക്ക് ഫുഡ് കഴിച്ചു. കുറേ നാളായിട്ടാണ് നമ്മുടെ ആപ്പിൾ ഹെബ്ബാലിൻ്റെയൊക്കെ ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും എന്താ പറയുമ്പോൾ ഭയങ്കര വിശപ്പായിരുന്നു. പിന്നെ ഓണസദ്യയൊക്കെ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. സോ ഇന്ന് നമ്മുടെ ആപ്പിൾ ന്യൂസിൽ കുറച്ച് എക്സൈറ്റിംഗ് ആയ ന്യൂസ് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. സോ ഇതേപോലെ ആപ്പിൾ ന്യൂസിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആപ്പിളിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം, പക്ഷെ അത് നമുക്ക് ഒരു വലിയ കാര്യം തന്നെയാണ്. സോ ദിസ് ഇസ് എബിൻ സേവിയ, വെൽക്കം ബാക്ക് ടു എവിക്ക. ഒന്നാമത് നമ്മുടെ അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 26 ബീറ്റ 9. എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ iOS 12 ഇല്ലേ, iOS 12 ബീറ്റ 9 അപ്ഡേഷൻ വന്നിരിക്കുന്നത്. ഏകദേശം അത്രയും കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഒരു ബീറ്റ 9 എന്ന് പറഞ്ഞ പുതിയ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യുന്നത്. സോ iOS 26 ബീറ്റ ഡെവലപ്പേഴ്സും അല്ലെങ്കിൽ ടെസ്റ്റ് റണ്ണേഴ്സിനും ബീറ്റ 9 വന്നിട്ടുണ്ട്. ചെയ്തില്ലെങ്കിൽ ചെയ്യുക, റിഫൈൻമെൻറ്റും അതേപോലെ തന്നെ ഒപ്റ്റിമൈസേഷനുമാണ് ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. iOS 26 എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും സ്മൂത്തസ്റ്റ് ആയിട്ടുള്ള ഒരു OS എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്നിരിക്കുന്നത്. ഈവൻ ദോ iPhone 11 പോലും അത്രയും സ്മൂത്തായിട്ട് ഈ ഒരു OS റൺ ചെയ്യുന്നുണ്ട്. iOS 26 വൺ ഓഫ് ദി ഏറ്റവും എന്താ പറയുക ഗ്രേറ്റസ്റ്റ് OS ആയിട്ട് മാറാനും അതേപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്ന അപ്ഡേഷനായിട്ടും മാറാൻ പോകുന്നുണ്ട്. ഓരോ കൊല്ലവും നമ്മുടെ അപ്ഡേഷൻ എത്ര പേര് ചെയ്തെന്നുള്ള കണക്ക് ആപ്പിൾ റിലീസ് ചെയ്യും. ആ ഒരു കാര്യത്തിൽ ആ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ മുമ്പത്തിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നതും iOS 26 ആണ്. അതിൻ്റെ ഏറ്റവും വലിയ മെയിൻ ഫാക്ടർ പെർഫോമൻസ്, ഒപ്റ്റിമൈസേഷൻ ആൻഡ് ലിക്വിഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് ആപ്പിൾ ഈ ഒരു സോഫ്റ്റ്വെയറിനെ പുഷ് ചെയ്യാൻ പോകുന്നത്. സോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, എന്ന് ആപ്പിൾ ഇതിൻ്റെ കാര്യം അല്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനുള്ള ഒരു ത്വരയുണ്ടാകും. എന്നെപ്പോലെ തന്നെ ഈ വരുന്ന സെപ്റ്റംബർ 9 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ച് രാത്രി 10:30 ഈ ഒരു ഇവൻറ്റ് കാണാൻ പോകും. നമുക്ക് യൂട്യൂബിൽ ഈ ഒരു ഇവൻറ്റ് കാണാം. അതേപോലെ തന്നെ ആപ്പിൾ TV നമുക്ക് ഈ ഒരു ഇവൻറ്റ് കാണാം. നമ്മുടെ ഐഫോണിൽ ആപ്പിൾ TVയുടെ ആപ്പില്ലേ, അതിലും നമുക്ക് കാണാം. ഈ ആപ്പിൾ TV കുറച്ചും കൂടെ ഒരു 10 സെക്കൻഡ് വരെയും ഫാസ്റ്റ് ആയിരിക്കും യൂട്യൂബിനെക്കാട്ടും. കുറച്ചും കൂടെ നേരത്തെ കാണാൻ പറ്റും, അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നും. പക്ഷേ ആപ്പിൾ TV കുറച്ചും കൂടെ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അതായത് ആ ഒരു എന്താ പറയുക വിഷ്വലിനൊക്കെ കുറച്ചും കൂടെ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും യൂട്യൂബിനെ കാട്ടും. കാരണം ആപ്പിളിൻ്റെ തന്നെ ആയതുകൊണ്ട് അവർ ആ ഒരു ക്വാളിറ്റി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഡെലിവർ ചെയ്യാൻ ആപ്പിൾ TVനാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ പൊതുവെ ആപ്പിൾ TVയിലാണ് ഇവൻറ്റ് കാണാറ്. നിങ്ങൾക്കും ആപ്പിൾ TVയിൽ കാണാം, അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിലും കാണാം. രണ്ടും നല്ലതായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അടുത്ത ന്യൂസാണ്, നമ്മുടെ ഇന്ത്യയിലെ 2 പുതിയ സ്റ്റോറും കൂടെ ആപ്പിൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആപ്പിൾ ഹെബ്ബാൽ, നമ്മുടെ ബാംഗ്ലൂരിലുള്ള ഫീനിക്സ് മോൾ ഓഫ് ഏഷ്യ എന്ന് പറയുന്ന ഒരു മോളിലാണ് ആപ്പിൾ ഈ പറഞ്ഞ ആപ്പിൾ സ്റ്റോർ തുടങ്ങിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലാണ് ആപ്പിൾ ഈ ഒരു സ്റ്റോർ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ടോട്ടൽ ഇന്ത്യയിൽ 4 ഒഫീഷ്യൽ സ്റ്റോറാണ് വന്നിരിക്കുന്നത്. ഇനി ഒരു സ്റ്റോറും കൂടെ മിക്കവാറും മുംബൈയിൽ ഈ ഒരു കൊല്ലാവസാനം മുംബൈയിലും കൂടെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തത് സാംസങ്ങിൻ്റെ പുതിയൊരു S26 എഡ്ജിൻ്റെ റെൻഡർ ഞാൻ കണ്ടു. അത് ഐഫോൺ തന്നെ എടുത്ത് വെച്ചേക്കെന്ന് പറയാൻ പറ്റുള്ളൂ. എന്താ കോപ്പിയുടെ അതിൽ മാക്സേഫിൻ്റെ റിങ് വരെ ഞാൻ കണ്ടു. ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാ കമ്പനിക്കാരും എല്ലാ ഫോണുകാരും ഇപ്പം മാക്സേഫിൻ്റെ പുറകെയാണ്. എല്ലാ ഫോണുകാരും ഇൻക്ലൂഡിങ് ആ ക്യാമറ കട്ടൗട്ട് വരെ നമുക്ക് S26 എഡ്ജിൽ സാംസങ്ങിൻ്റെ ഡിവൈസിൽ കാണാൻ പറ്റി. മിക്കവാറും ആപ്പിൾ അല്ലെങ്കിൽ ഇനി ആപ്പിൾ വേറെ എന്തെങ്കിലും മാക്സേഫിന് പകരം മാക്സ് ഷെയറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുതിയൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യണം, കുറച്ചുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യിക്കാൻ. അല്ലെങ്കിൽ എല്ലാ ഡിവൈസിലും അല്ലെങ്കിൽ എല്ലാ കോമ്പറ്റേറ്റേഴ്സിനും സെയിം ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ആപ്പിളിനും അവർക്കും ഒരേപോലെ തന്നെ ആയിരിക്കാൻ പോകുന്നത്. സോ എന്തായാലും ആ ഡിഫറൻസിയേഷൻ കൊണ്ടുവരണമെങ്കിൽ ആപ്പിൾ പുതുതായിട്ട് എന്തെങ്കിലും ഒരു പുതിയ ഫീച്ചറോ ടെക്നോളജിയോ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. ഇന്നത്തെ ഈ ഒരു ആപ്പിൾ ന്യൂസിൽ പുതിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞു മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതിൽ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ന്യൂസും ടിപ്സും ട്രിക്സും എല്ലാം അറിയണമെങ്കിൽ എസ്പെഷ്യലി ഈ മാസം സെപ്റ്റംബറാണ്, അഥവാ നമ്മുടെ ഈ പറഞ്ഞ സെപ്റ്റംബറിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ടെക്നോളജീസും ഫോണുകളും എല്ലാം റിലീസാകുന്നത്. അതെല്ലാം നിങ്ങൾക്കറിയാം. ഐഫോൺ ആയിക്കോട്ടെ, iOS ആയിക്കോട്ടെ, എല്ലാം നിങ്ങൾക്ക് കറക്റ്റാണ്. നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം തൊട്ട് താഴത്തെ. പക്ഷെ നമുക്ക് അത് വലിയ കാര്യം തന്നെയാണ്. സോ മേക്ക് ഷുവർ സബ്സ്ക്രൈബ് അവർ ചാനൽ. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഈസ് എബിൻ സേവിയ സൈനിങ് ഫ്രം
എവിക്ക